ഇന്ന് ആക്ച്വലി വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം അമ്മ സമ്മതിക്കും, അമ്മ സമ്മതിക്കുമ്പോൾ ഡാഡി സമ്മതിക്കില്ല, ഡാഡി സമ്മതിക്കുമ്പോൾ അമ്മ സമ്മതിപ്പിക്കില്ല. അങ്ങനെ ഇന്ന് ഈസ്റ്ററിന് തൊട്ട് മുന്നത്തെ ഒരു ദിവസമാണ് ഇന്ന് ഷൂട്ട് ചെയ്യണത്. ഇന്ന് ആക്ച്വലി നമ്മൾ ആ സംഭവം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആൻഡ്രോയിഡ് TV എടുക്കാൻ പോവാണ് ഗൈസ്. ഇതിൽ ഇത്ര ഒരു സില്ലി ആയിട്ടുള്ള കാര്യമാണെന്ന് പലർക്കും തോന്നും. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ ഏതൊരു കുക്കർ മറിഞ്ഞു വീണ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടാ. പക്ഷേ ഇത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ കുറേ ഓരോരുത്തരുടെ വീഡിയോകളിലും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ മൗണ്ടൻ ബൈക്കിംഗ് യൂട്യൂബ് ചാനൽ എല്ലാം വരാനുള്ള കാരണം എന്നെ കുറച്ച് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. BKXC സിംഗിൾ ട്രാക്ക് സാമ്പിളർ, അലക്സ് എന്നാണ് തോന്നുന്ന ആളുടെ പേര്, ഡാനി മെക്കാസ്കിൽ, റെമി മിറ്റില്ലർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ അത് കുറേ പ്ലേലിസ്റ്റ് വാച്ച് ലേറ്ററിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പെറുവിലേക്ക് അവർ പോയിട്ടുള്ള സീരീസുകൾ കാര്യങ്ങളൊന്നും എനിക്ക് മൊബൈലിൽ കാണാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് ഒരു ജെമ്മാണ് ഓരോ വീഡിയോസ് കേട്ടോ. അതുപോലെയാണ് എനിക്ക് അതിനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇത്ര പേരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്തിട്ട് നമ്മളിപ്പോൾ തുടങ്ങാൻ കാരണം. അപ്പോൾ അതൊന്നും മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരു TV വാങ്ങാൻ പോവാണ്. TV ഫൈനലി മോനെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ പ്ലേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരും, അതും എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ പരിപാടി ഇതാണ് നമ്മുടെ TV വരുന്നത് കേട്ടോ. ഇത് സോണിയുടെ ബ്രാവിയ എന്ന് പറഞ്ഞുള്ള ഇതാണ്. ഏകദേശം 32 ഇഞ്ചാണ്. പക്ഷെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ചുകൂടി വലുതായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ കാണാറ്. അപ്പോൾ ഇത് ആക്ച്വലി കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ സമ്മതിക്കാത്തത് കേട്ടോ. കംപ്ലൈൻറ്റും കാര്യങ്ങളില്ല. 3-4 വർഷം ഉപയോഗിക്കുന്ന ചെറിയൊരു വൈറ്റ് കളർ, കുറച്ച് ബ്രൈറ്റ്നസ് കൂടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അത് മാത്രമേ ഇതിനുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഒരു വെള്ള കളർ കൂടുതൽ, ഒരു ബ്രൈറ്റ്നസ് കൂടുതലുള്ള പോലെ തോന്നില്ലേ, അത് തന്നെയാണ് കംപ്ലൈൻറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ ഇതുകളൊന്നുമില്ല. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, അതുപോലെ തന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വലിയ സ്ക്രീനിൽ, ഫോണിൽ കാണുന്നതിനെക്കാട്ടും വലിയൊരു സ്ക്രീനിൽ TV കാണണം കുറേ കാലമായി ആഗ്രഹിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോൾ ഫുള്ള് ഞാൻ ഫോണിൽ കാണണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി ഇടാറ്. ഒരു ഫുൾ വ്യൂ കിട്ടണില്ല. അപ്പോൾ എല്ലാ കസിൻസിൻ്റെ വീട്ടിൽ പോയാലും ഞാൻ ഒന്നല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണും, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് ഇരുന്ന് കാണും. ഞാനിപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ വീഡിയോസ് ഇരുന്ന് കാണും കേട്ടോ. അവരുടെ TV എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ടിട്ട് വില അറിയുന്നത് TV ഇല്ലാത്തവർക്ക് മനസ്സിലാവും ഗൈസ്, TV വാങ്ങാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ TV വരുന്നത്. ആക്ച്വലി നമ്മൾ TV കാണാനിരിക്കണത് ഇവിടെയാണ്. നമ്മൾ TV കാണാനിരിക്കുക കേട്ടോ. ഇതാണ് സീറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സോഫയുണ്ട്, സെറ്റ് ചെയ്തിട്ട് അപ്പുറത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7 അടിയാണ് നമ്മുടെ TVയിലേക്കുള്ള വ്യൂ വരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ കണ്ടെന്ന് കേട്ടോ. ഇത്ര ഡിസ്റ്റൻസ് വെച്ചാലാണ് എങ്ങനെയാണ് എത്ര ഇത് വേണമെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ബഡ്ജറ്റിന് നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല, അതിലൊതുങ്ങണത് ഒരു 25,000 മാക്സിമം ബഡ്ജറ്റ് ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ നോക്കി ഞാനൊരു TV വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിന് കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. 43 ഇഞ്ചിൻ്റെ TV ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 9 മണി. അമ്മയ്ക്ക് ജോലിക്ക് കയറേണ്ടത് 9:30 മുന്നേ അമ്മയ്ക്ക് ജോലിക്ക് കയറണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് കയറണം. അതോടൊപ്പം തന്നെ എനിക്കും കൂടിയും ഇവിടേക്ക് പിടിക്കും, വെളിച്ചുള്ളവിടെ തീ പിടിച്ചോളൂ. ഓക്കെ, അപ്പോൾ എനിക്കും അതോടുകൂടി പോയിട്ട് പർച്ചേസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യേണ്ടത്. നേരെ സൂപ്പർ എക്സൈറ്റഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 2 ചാനലും ചെക്ക് ചെയ്യുക. ജോയൽ ജോഷി വ്ളോഗ് എന്ന് പറഞ്ഞ 2 ചാനലും ചെക്ക് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാനുണ്ട് ഗൈസ്. നേരെ TV വാങ്ങാൻ പോവാം. പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോയില്ല, നമ്മൾ ആമസോണിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഓൺലൈനിൽ ഓർഡർ ചെയ്തത്. സോ ഓൺലൈനിൽ സാധനം അവർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ TV വരുന്നത്. ചേട്ടാ കാർഡ് എടുക്കുന്നല്ലേ പറഞ്ഞേ? ഗൂഗിൾ പേ മാത്രമേ എടുക്കുള്ളൂ? ചെയ്യാൻ പറ്റില്ല. അയ്യോ, കാർഡ് എടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡല്ല ലിങ്ക് അല്ല, ഗൂഗിൾ പേ ഇല്ല. അല്ല, ലിങ്ക് ഉണ്ടെന്ന് അത് ചെയ്തിട്ട് OTP കാർഡിന്റെ നമ്പറൊക്കെ അടിച്ചെടുത്താൽ അങ്ങനെ വരും. ഓക്കെ ശരി അങ്ങനെ മതി. ഞാൻ ഗൂഗിൾ പേ എടുത്തിട്ടില്ല കേട്ടോ. നമ്പർ എൻ്റെ കാർഡ് തന്നെയാ. OTP വരുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ സാധനം അവരിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫിറ്റിങ്ങിനൊക്കെ ആളെപ്പോഴാണ് വരേണ്ട? 24 മണിക്കൂറിനുള്ളിൽ വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളും നടത്തട്ടെ കേട്ടോ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ TV ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹൈനസ് എന്ന് എൻ്റെ വായിൽ വരുന്നത് കേട്ടോ. ഹൈസൻ്റെ TV ആണ്. ഇതാണ് TV വരുന്നത് കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഹൈസൻ്റെ 43 ഇഞ്ച് TV ആണ് വരുന്നത്.
26,000 രൂപയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വന്നേട്ടാ. QLED 4K ആണ്, 4K TV. E7 സീരീസ് ആണ്. ക്വാണ്ടം ഡോട്ട് കളർ ഗെയിം മോഡ് പ്ലസ് ഡോൾബി വിഷൻ. എന്താ നിന്റെ മുഖത്തൊരു ചിരി? PS5 എത്രയോ ചോദിച്ചിട്ടോ? എത്രയാ ഗസ് അടിച്ചേ? 50,000 രൂപ വരും. ഇതിന്റെ ഇരട്ടി വരും PS5. പയ്യെ വാങ്ങാൻ കഴിച്ചു ഓരോന്നിട്ടാ. അപ്പൊ E7 സീരീസ് ഇതാണ് ഗെയിമിംഗ് ഡോൾബി വിഷൻ HDR. ഇവിടെ ഡോൾബി വിഷൻ HDR വോയിസ് റിമോട്ട്, അതുപോലെ തന്നെ ഇതെന്നിട്ട് ഡോൾബി വിഷൻ. ബ്ലൂടൂത്ത് ഉണ്ട്. എൻ്റെ മോനെ ബ്ലൂടൂത്ത് അടിപൊളിയാ. എന്താണെന്നറിയോ, രാത്രി വല്ല സിനിമയും കാണുന്ന സമയത്ത് ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് എൻ്റെ ഒരു ബഡ്സ് ഉണ്ടാകാം. അത് നമുക്ക് പറയാം. അമ്മാമ സമാധാനം തരില്ല കേട്ടോ. രാത്രി 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യണം. അമ്മാമ തീരുമാനമാക്കൂട്ടെ അല്ലെങ്കിൽ. അപ്പോൾ അതൊരു ഉപകാരമാണ്. പിന്നെ വർക്ക് വിത്ത് ആപ്പിൾ എയർപ്ലേ, പിന്നെ വർക്ക് വിത്ത് ആപ്പിൾ ഹോം, ആപ്പിൾ എയർപ്ലേ എന്താ സംഭവം TV അതുപോലെ അങ്ങനത്തെ ഉള്ളതായിരിക്കും കേട്ടോ. അതിൻ്റെ ആ ചെറിയ പെട്ടി അങ്ങനത്തെ ഉള്ളതായിരിക്കും. നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഇത് പ്രൈം വീഡിയോ, ഇത് 3 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഏകദേശം സെറ്റായി. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ അതിനുള്ള ഫണ്ടില്ല ഗൈസ്. അപ്പൊ ഹൈസന്റെ വിഡ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, പവർഡ് ബൈ വിഡ. ഈ ഒരു സാധനം കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് പൊട്ടിക്കണില്ല, ഇത് വന്നിട്ട് ആള് വന്നിട്ട് പൊട്ടിക്കാം. അത് 72 മണിക്കൂറിനാണ് സർവീസിന്റെ. അതിനുള്ളിൽ ആള് വിളിക്കുന്ന പറഞ്ഞത് കേട്ടോ. പക്ഷെ എനിക്കറിയില്ല, 72 മണിക്കൂർ 3 ദിവസമായില്ലേ? 3 ദിവസം കഴിച്ചു. 3 ദിവസം ഈ പെട്ടി നോക്കിയിരിക്കണം കേട്ടോ. പെട്ടെന്നൊന്നും അതിൽ ഇമേഴ്സായിട്ട് ഇരിക്കുക, ആ ഒരു ഇത് മാത്രമേ നമ്മളെ മനസ്സിലുള്ളൂ കേട്ടോ. പക്ഷെ കാത്തിരിക്കണം ഗൈസ്. 1 ക്ലിക്ക് ആക്സസ്. പക്ഷെ ഇത് നമ്മള് ഇവിടെ വെക്കാനാ. ഇതൊന്ന് ഒതുക്കി വെച്ചാടാ. കാരണം ഇനിയിപ്പോ ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാലേ വേണ്ട അവിടെ ഇരിക്കട്ടെ തൽക്കാലം. നമ്മൾ പൊട്ടിച്ച് എടാ രാത്രി വേണല്ലോ, ജസ്റ്റ് ഒന്ന് ഇരിക്കാനാ. നമ്മള് പൊട്ടിച്ചു കഴിഞ്ഞാൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്യാം. അവര് വരെ കാത്തുക. ആവോളം കാത്തിട്ട് ഇനിയിപ്പോ വേവോളം കാക്കാനാണ് പാട്. അപ്പൊ എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെക്കാനാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം വെക്കും വേണം. ഒരു വാൾപേപ്പർ പോലെ സെറ്റ് ചെയ്യണം. ഇത് പഴയ TV. അപ്പോൾ സാധനം സെറ്റ് ആയിട്ടുണ്ട്. 72 മണിക്കൂറാണ് ആമസോണിന്റെ ഇതിൽ പറഞ്ഞത്. അത് ചെയ്യാം. നാളികേരം പൊളിച്ചു കൊടുക്കണം. ഈ അമ്മാമിക്ക് പ്രഷറിന്റെ ഇതായതുകൊണ്ട് നാളികേരം ഒന്നും പൊളിക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ 72 മണിക്കൂറാണ് ആമസോണിന്റെ ഇതിൽ കണ്ടത്. പക്ഷേ ഞാൻ ആമസോണിന്റെ ആളുടെ അടുത്ത് നോക്കിയപ്പോൾ, ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ വരുന്ന പറഞ്ഞേട്ടാ. അറിയില്ല, എന്തായാലും നോക്കി നോക്കാം. ഇന്ന് സമയം ഇപ്പോൾ കാലത്ത് 9 മണി. എത്ര മണിയായി കാലത്ത്? ഏപ്രിൽ 1-ാം തീയതി 10:12 കേട്ടോ. ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. ഇനി എപ്പോഴാണ് വരാമെന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ പെട്ടി നോക്കിയിരിക്കുക ഇനി വേറെ വഴിയിൽ ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. 7:30 മണിയായിട്ടുണ്ട്. സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ട്. നമ്മൾ വോൾ മൗണ്ട് ഇതാണോ? അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ ഇത് മാനുവല്. സോ സാധനം സെറ്റ് ചെയ്യണം. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പറയും, എന്തേലും പറയും. ഒന്നും ഉണ്ടാവില്ലേ? നടയിലകത്ത് ഞങ്ങൾ മാറില്ല. അല്ലെങ്കിൽ റൂമിൽ വയ്ക്കാം. സാധനം TV റിമോട്ട് കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ആയിട്ട് കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് ഏകദേശം 10 മണിക്കാണ്. 10 മണി 10:30 സാധനം എത്തി. പെട്ടെന്ന് തന്നെ ഡെലിവറിയും വന്നു. ആള് ഡെമോ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആള് വന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു പരിപാടികൾ. സോ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനം ചുമരം ഫിറ്റ് ചെയ്യേണ്ട. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞോണം ഫുള്ള് വീഡിയോസ് യൂട്യൂബിൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഫുള്ള് സെറ്റാണ് ഗൈസ്. ഒരു ആൻഡ്രോയിഡ് അമ്മാമ കൂടി ഇരിക്കുന്നുണ്ട്. ഒരു ആൻഡ്രോയിഡ് TV ഇല്ലാത്ത ഒരു ആളുടെ ഇതെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. സാധനം കിട്ടിയപ്പോൾ വേറെ ഒരു കാര്യമില്ല ഗൈസ്. സാധനം TV ആയിരുന്നു മെയിൻ.
ഗൈസ് നമ്മുടെ പുതിയ വീഡിയോ അങ്ങനെ ഫൈനലി ഇട്ടിട്ടുണ്ട് കേട്ടാ. എങ്ങനെയുണ്ടാ? അടിപൊളിയായിട്ടില്ലേ? നമ്മുടെ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കാലത്തെ ആഗ്രഹം ഇവിടെ സഫലമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? വിചാരിച്ചത്ര ഇവള് ആദ്യം വലിയ ഡയലോഗ് ആയിരുന്നുണ്ടോ ഫിറ്റിനെ കാട്ടുപോലെ നിനക്ക് കിട്ടിയാണെങ്കിൽ അല്ല വേറെ കാട്ടുപോലെ വലിയ ഡയലോഗ്. ഇത് പോരത് കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ആനയാണ് കുതിരയാണ്. അടിപൊളിയുണ്ട്. 43 ഇഞ്ചാണ്. ഞാൻ 43 ഇഞ്ച് സെലക്ട് ചെയ്യാൻ കാരണം ഇതിനായിട്ടും വലുത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ TV ഇത് കൊള്ളില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. സാധനം എന്തായാലും അടിപൊളിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനായിട്ട് വലുതായിരിക്കും. ഹോളിന് പറ്റിയതാണ്. അളവ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് 8-10 ഫീറ്റ് വരണത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതാണ് ഏറ്റവും നല്ലത്. ഈ 43 ഇഞ്ചാണ് TV വരണത്. ഇനി കുറെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. സോ നമ്മൾ TV അങ്ങനെ വാങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സെറ്റ് ഇനി ഓഫ് റോഡ് ചെയ്യണ വീഡിയോസും കാര്യങ്ങളൊക്കെ. മറ്റേത് ഫോണിൽ പണ്ട് വൈഫൈ, നമ്മുടെ വീട്ടിൽ പണ്ട് വൈഫൈ ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ അവിടെ പോയിട്ട് ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് ഓഫ് റോഡ് ചെയ്യണ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടോ. ആരുടെയൊക്കെ വൈഫൈ ഉപയോഗിച്ചിട്ട് ഓഫ് റോഡ് ചെയ്യണ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാരുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ട്, TV ഉണ്ട്. ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഇവിടെ കണ്ടാൽ മതി ഗൈസ്. സെറ്റില്ലേ? അടിപൊളിയായിട്ടുണ്ട് സാധനം. ഹൈസനാണ്. ഹൈസൻ്റെ 4K TV 4K TV ആണ് ഇതിൻ്റെ ഇത് വരണത്. സോ ഇതാണ് അതിൻ്റെ സാധനം. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളുണ്ട്. നിറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. ഡോൾബിയാണ് സൗണ്ട് വരുന്നുണ്ട്. സൗണ്ടും ഒരു രക്ഷയില്ല. മാരക സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. സാധനമുണ്ട്. നെറ്റ്ഫ്ലിക്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? ചിരിച്ചിട്ടൊരു പോകത്തില്ല. വെക്കേഷൻ തുടങ്ങിയിട്ടുള്ള TVയും കിട്ടി. എത്ര സീരീസ് ബാഗ് ഒതുക്കി കാറ്റത്ത്. സെറ്റ് ഗൈസ്, അടിപൊളിയായിട്ടാ. ഇപ്പൊ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. കിടലൻ വീഡിയോസ് വരാനുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ. ഒന്ന് സെറ്റ് ചെയ്യട്ടെ, പഠിപ്പിച്ചു കൊടുക്കട്ടെ ഇവർക്ക് ഈ സാധനം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ നിങ്ങളുടെ പ്രായത്തിലുള്ള ആരും ഈ TV ഉപയോഗിക്കില്ലേ? അത് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോ അത് കാണണം. അതുപോലെ സെറ്റ് ചെയ്യണല്ലേ? ഇവർക്ക് പണ്ടത്തെ ആ TV ചാനല് ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് കാണാം. പണ്ട് ഏഷ്യാനെറ്റിൽ ഇപ്പൊ സൂര്യമുഖം കാണാനല്ല, പുതിയ മുഖം കാണണമെങ്കിൽ ആ സിനിമ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പുതിയ മുഖം അമ്മയ്ക്ക് പുതിയ മുഖം ഒരു ഉദാഹരണം പറഞ്ഞതാ. പുതിയ മുഖം. അപ്പൊ അതാണ് ഇപ്പോഴത്തെ സെറ്റിങ്സ്. നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെയാണ്. സിനിമ കാണില്ല എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് വന്നിട്ട് നാളെ തൊട്ട് വല്ല സിനിമയോടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഡയലോഗ് അടിയാണ് ഗൈസ്. ഇൻട്രസ്റ്റ് ഇല്ല. ഇതിപ്പോ കിട്ടിയിട്ടല്ലോ വരാം ഗൈസ്. നോട്ട് ചെയ്ത് വെച്ചോ. ഒരു ദിവസം പറയുന്നില്ല ഞാൻ. കുറച്ചേരം കാണും. സാരം അങ്ങ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അപ്പോ സ്റ്റേ ട്യൂൺഡ്. സെറ്റല്ലേ? അടിപൊളി ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ. യോഹന് ചിരിച്ചിട്ടൊരു പോകല്ലേ കേട്ടോ. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അവൻ ഒന്നും കാട്ടുന്നില്ല പക്ഷെ പുറത്ത്. ആദ്യം മോന്റെ ചാനൽ കാണും.